ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. പെരുന്നാൾ ദിവസത്തെ മാത്രമല്ല, പെരുന്നാൾ ദിവസത്തിൻ്റെ ശേഷമുള്ളൊരു ദിവസത്തെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാവിലെ തന്നെ എഴുന്നേറ്റ്, രാവിലെ പറഞ്ഞാൽ ഞങ്ങൾ തലേന്ന് ഉറങ്ങിയത് തന്നെ ഒരു 3 മണിക്കാണ്, എണീറ്റത് 4 മണിക്കാണ്. ആകെ 1 മണിക്കൂറിൻ്റെ ഉറക്കേ കിട്ടിയിട്ടുള്ളൂ. അത് ഉറക്കമൊന്നും ആയിട്ടില്ല. അങ്ങനെ ആ ഒരു മന്ദപ്പിലാണ് എണീറ്റ് നിൽക്കുന്നത്. പിന്നെ എന്തായാലും വെച്ചുണ്ടാക്കണ്ടേ, അപ്പോൾ പിന്നെ നേരത്തെ കാലം എണീറ്റു കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഓരോ പണികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമിലായതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങനെ ആക്കും പോലെ എടുക്കാൻ പറ്റിയിട്ടോ. മറ്റേത് ബേജാറാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ആദ്യം തന്നെ എല്ലാ വക ഒന്ന് തുറന്നിട്ടു. കാരണം വാതിൽ തുറക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്. ഗ്രില്ലിൻ്റെ മുകളിലത്തെ കർട്ടനും അതേപോലെ ജനലൊക്കെ തുറന്നിട്ടു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. എന്താ പറയുക, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിക്ക് നിന്ന് ഇങ്ങനെ തെക്കുബീറും ഇതൊക്കെ ചൊല്ലാൻ തുടങ്ങിയിട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. തലേ ദിവസം ഉറങ്ങാൻ നേരം വൈകി എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. ഉള്ളിയും അതേപോലെ എല്ലാം ഞാൻ ഒക്കെ എന്താ പറയുക ഫ്രിഡ്ജിൽ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഉള്ളേരിയയിലും തക്കാളി എല്ലാം പറഞ്ഞാൽ ബീഫൊക്കെയുള്ളതും ചിക്കൻ ബിരിയാണിക്കുള്ളതും എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണി ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. എന്താ പറയുക, പിന്നെ ഇതേ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളായി കാണുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഡിലീറ്റ് ആക്കാൻ ഇതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളതിന് വെച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ ബീഫ് അവിടെ തിളക്കുന്നുണ്ട്. അതേപോലെ ദമ്മിട്ടു. ചോറ് 2.5 കിലോനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2.5 കിലോ ചിക്കൻ ബിരിയാണി, അതേപോലെ ബീഫ് വരട്ടു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ബീഫ് പിന്നെ എൻ്റെ ഉപ്പാൻ്റെ വക ആദ്യമേ എനിക്ക് തലേന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര എളുപ്പമായി. നമ്മളതൊക്കെ എന്താ പറയുക വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ചു. പിന്നെ അത് നേരെ വീട്ടിലോട്ട് പോയി ചെറുക്കൻ്റെ പുള്ളിയൊക്കെ കഴിച്ചിട്ട് കേട്ടോ മൈലാഞ്ചി ഇടാൻ പോയതാണ്. അങ്ങനെ ഉമ്മാക്കൊക്കെ മൈലാഞ്ചി ഇട്ടതിന് ശേഷം ഞാനും എൻ്റെ കയ്യിൽ വെറുതെ ഒരു 2 ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചെറുക്കനെ ഒരുക്കി നിർത്തിയപ്പോൾ തന്നെ പെരുന്നാൾ പൈസ കിട്ടൽ കേട്ടോ. മാഷാ അല്ലാഹ്, ഇപ്രാവശ്യം നല്ല പെരുന്നാൾ പൈസ ചെറുക്കനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇവനുണ്ടായതിന് ശേഷം പിന്നെ എനിക്ക് കിട്ടൽ കമ്മിയായി. സാധാരണ നമുക്കാണ് കിട്ടാറുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നായാലും അത്യാവശ്യം എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കും എൻ്റെ ചെറുക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അതൊക്കെ ഒരു രസമല്ലേ. നമ്മളിങ്ങനെ ഇരന്ന് വാങ്ങുന്നതല്ലല്ലോ, അതൊരു പെരുന്നാൾ പൈസ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ വാങ്ങി എന്താ പറയുക എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, ഞാൻ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, വൈക്കടവിലോട്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ചെറുക്കൻ അവരുടെ കൂടെ തന്നെയാണ് പോയത്. ഞാനും എൻ്റെ കെട്ടിയനും ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒന്നല്ല, നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ചുരം കയറാൻ പോകുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി പോകാൻ കുറച്ച് നല്ല പ്രയാസം ഉണ്ടായിരുന്നു, രാവിലെ ആയിട്ടും തിരിച്ച് രാത്രി വന്നപ്പോഴും കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമുള്ള വ്ളോഗാണ്, ഞാൻ ബാക്കിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പെരുന്നാൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. എന്താ പറയുക, ആ 2-3 ദിവസം നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അപ്പോഴൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സായിരിക്കുമല്ലോ എടുത്തത്. അങ്ങനെ എന്താ പറയുക, ഉമ്മാക്കും അനിയത്തിക്കൊന്നും ഡ്രസ്സ് എടുത്തില്ല. കാരണം കല്യാണം വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഞാൻ മാത്രമാണ് ഇത്, ഞാൻ കല്യാണത്തിന് കൂടി എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഇത് കേട്ടോ. ഇതൊന്നല്ല, എന്താ പറയുക, ചെറിയ ഡ്രസ്സ് തന്നെയാണ്. എന്നാലും എന്താ പറയുക, കല്യാണം കണ്ടെടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ഇത് തന്നെയായിരിക്കും കല്യാണത്തിന് ഇടുന്നത് കേട്ടോ. സമയമുണ്ട് അത്യാവശ്യം. പിന്നെ ഇതേ ചെറുക്കനത് അവിടെ എത്തിയപ്പോൾ ഭയങ്കര കളിയും സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം അവന് അവൻ്റെ പ്രായത്തിലല്ലെങ്കിലും കുറച്ച് ഇതേപോലത്തെ ചെറിയ കുട്ടികളെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇവിടെ ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ പെരും കളിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, കണ്ടില്ലേ അവന് എന്താ പറയുക, അവരെ കൂടെ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രിയായ ടൈമിൽ ഞങ്ങൾ പൂത്തിരി അതേപോലെ മറ്റേ എന്തൊക്കെയോ അങ്ങനെ കറങ്ങണ പൂത്തിരി അതൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ. ഇതിൽ കോൺവോയ്സ് ഇട്ടാൽ ചിരിച്ച് ചാവും. ഇങ്ങനെ അമ്മാരി എന്താ പറയുക കോപ്പടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതിന് കറങ്ങാൻ ഞങ്ങൾ അതിൽ കല്ലിൻ്റെ ഇടയിൽ കൊണ്ടുപോയിങ്ങാണ്ടാണ് ഈ സംഭവം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് കറങ്ങാനുള്ള സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതേ അടുത്തത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് പണ്ട് തൊട്ട് എനിക്കിഷ്ടമുള്ള സംഭവമാണ്. ഇതിങ്ങനെ കത്തുമ്പോൾ ഇതുണ്ടല്ലോ, അതുപോലെ കത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ താഴെ വീഴില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുട്ടികളെ സന്തോഷമല്ലേ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പെരുന്നാളിന് വേണ്ടി ഇതൊക്കെ കത്തിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത കേട് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് അവർ വാങ്ങി വെച്ചതാണ് കേട്ടോ, അവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ പിന്നെ നമ്മളത് കണ്ടു തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.